ദേവാലയത്തിൽ വന്നിരിക്കണമെങ്കിൽ ഞാൻ കണ്ട ഒരു 3-4 കാര്യങ്ങളിൽ ഒന്ന്, സ്വാതന്ത്ര്യത്തോട് വന്നിരിക്കാനുള്ള ഒരു ഇടം, ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവരുടെ ഇടയിൽ അമിതമായിട്ട് ഇറങ്ങിച്ചെന്ന് അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരിവിടെ ബഹളം വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കാണിച്ചാൽ ഞാൻ അവരെ ഒന്ന് കാണും, ഒന്ന് നോക്കും. ഓരോരുത്തരുടെ ചലനങ്ങൾ, ഓരോരുത്തർ ഏതിലെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് എന്താണ്, അവരുടെ ചലനങ്ങളെ മനസ്സിലാക്കുമ്പോൾ അവരിലുള്ള കുറവുകളെ നമുക്ക് മനസ്സിലാവും. എനിക്ക് വണ്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യും, ഇവരെയൊക്കെ എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. ഡ്രൈവ് ചെയ്യുമ്പം ഞങ്ങളിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പം ഇടവക തലത്തിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹപരമായിട്ടുള്ളതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ കയറി വരും. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആ സംശയങ്ങൾക്കൊക്കെ അവർക്ക് ഉത്തരം നൽകാറുണ്ട്. രണ്ടാമതായിട്ട് അവർക്ക് പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ, അല്ലെങ്കിൽ അവരെ കളിയാക്കി അവരെ അകറ്റിക്കളയാതെ, ഇറിറ്റേറ്റ് ചെയ്യാതെ അവരെ കൂടത്തിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൂടത്തിൽ വരും. മൂന്നാമതായിട്ട് അവരിൽ സർഗാത്മകമായിട്ടുള്ള ഒത്തിരി കഴിവുകളുണ്ട്. ഈ കഴിവുകളെ നമ്മുടെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവരെ ഈ ഇടവകയ്ക്ക് ആവശ്യമാണ് എന്ന ഒരു തോന്നൽ നമ്മൾ നൽകിയാൽ അവർ നമ്മളെ വിട്ടു പോവുകയില്ല. ഈശോയ്ക്ക് ഇവരെ വേണം എന്ന ഒരു തോന്നൽ അവരിലേക്ക് ഉളവാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പടി. ആ ഒരു തോന്നലിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിട്ടു പോവുകയില്ല, ദിവ്യകാരുണ്യത്തെ അവരൊരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് എൻ്റെ നിഗമനം.